പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഒരു സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചനം ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. യഹോവ അടിയിലോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമെത്രയും. ഒരു വടിയോട് കൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യാക്കോബ് ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കുന്ന നന്ദി സൂചകമായ ഒരു പ്രാർത്ഥനയുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നന്മയുടെ ദൈവം ചെയ്ത ഉപകാരങ്ങളുടെ മഹത്വത്തെയാണ് ഹല്ലേലൂയ യാക്കോബ് ഇവിടെ എന്ന് പറയുന്നത്. പ്രവേശനോ ഹല്ലേലൂയ. ഇവിടെ നാം കടന്ന് ലാബാന്റെ ഭവനത്തിലെത്തിയ യാക്കോബ് 20 വർഷം ലാബാനെ സേവിച്ചു എന്നുള്ളതാണ്. കഠിനമായ പ്രയത്നം യാക്കോബ് നടത്തേണ്ടി വന്നു. ജീവിതത്തിൽ മുന്നേറണമെന്നുള്ളൊരാഗ്രഹം യാക്കോബിനുണ്ടായിരുന്നു. അതിനുവേണ്ടി താൻ കഠിന അധ്വാനിയായിരുന്നു. പ്രവേശനോ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിതാൻ ജീവിതത്തിൽ മുന്നേറണമെന്നുള്ള ആവശ്യത്തോടെ അധ്വാനിച്ചവനായി യാക്കോബിനെ പോലെ നിങ്ങൾ ഇരട്ടി നന്മ ലഭിക്കണമെന്നുള്ള ആ വലിയ ആഗ്രഹത്തോടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭം തൊട്ട് നിങ്ങളുടെ അവസാനം വരെ ആ ഒരു ചിന്താഗതിയിലാണ് നിങ്ങൾ വളരെ നിങ്ങളുടെ ഹൃദയം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരുക്കിയെടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പം ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ളൊരു ആർത്തി, ജീവിതത്തിൽ മുന്നേറണം എന്നുള്ളൊരാഗ്രഹം യാക്കോബിനുണ്ടായതുപോലെ നിങ്ങൾ ഉൾക്കൊണ്ടാകും. അതിന് കഠിനാധ്വാനം ആവശ്യമാണ്. പലർക്കും കഠിനാധ്വാനം ചെയ്യുവാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരു കാലഘട്ടമായത്. അനുഗ്രഹം ആവശ്യമാണ്, വിജയം ആവശ്യമാണ്, നന്മ ആവശ്യം. പക്ഷേ യാക്കോബിനെ പോലെ കഠിനാധ്വാനം ചെയ്യുവാൻ ആരും തയ്യാറല്ല. പ്രൈസലോ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അപ്പം യാക്കോബ് ഒരു വടിയോടുകൂടെ യോർദാൻ കടന്നെങ്കിൽ അവനെ ഇരട്ടിയായ നന്മ കൊടുത്ത് ആത്മീയമായും ഭൗതികമായ നിലകളിൽ ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇരട്ടി അനുഗ്രഹത്തിന് വേണ്ടി യാക്കോബ് തന്റെ അതിനുവേണ്ടി അപ്പന്റെ അനുഗ്രഹവും അല്ലെങ്കിൽ കർത്താവിന്റെ അനുഗ്രഹവും അവൻ വാങ്ങിയെടുത്തു. ഹല്ലേലൂയ. അപ്പന്റെ കയ്യിൽ നിന്നും ഹല്ലേലൂയ കർത്താവിന്റെ കയ്യിൽ നിന്നും യാക്കോബ് അനുഗ്രഹം വാങ്ങി. ഹല്ലേലൂയ. മാത്രമല്ല യാക്കോബിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ തന്റെ ഇരട്ടി അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് തന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ഏശാവിന്റെ ജ്യേഷ്ഠാവകാശം പോലും താൻ അപഹരിച്ചെടുത്തുന്നുള്ളതാണ്. പ്രൈസലോ ഒന്ന് ഓർത്ത് നോക്കിയേ യാക്കോബിന്റെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള വളർച്ചയുടെ ആഗ്രഹത്തെ. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ വളരണമെന്ന് ആഗ്രഹമുണ്ട്. മനുഷ്യൻ അത്യാർത്ഥിയോടെ പണിയെടുത്ത് വളരെ സമ്പാദിക്കുന്നെങ്കിലും അവരുണ്ടാക്കുന്ന പൈസ മുഴുവൻ മദ്യശാലകളിൽ ലോട്ടറി വിൽപ്പന സ്ഥലത്ത് കൊടുക്കുക. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ആൾക്കാർ പറയുന്നത് പോലെ ഞാൻ ഒരിക്കലും അത് ആവർത്തിച്ച് പറയട്ടെ. ഞാൻ പറഞ്ഞതിനോട് പലരും കേട്ടതാണ്. എന്നും കുടിക്കുന്ന മദ്യവും എന്നും അടിക്കുന്ന മദ്യവും ഒരിക്കലും അടിക്കാത്ത ലോട്ടറിക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ജീവിതം തകർത്ത് കളയുക. പ്രൈസ്. മാത്രമല്ല പുതുപുതൻ വസ്ത്രങ്ങൾ വരുമ്പോൾ മാറി മാറി ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ വാങ്ങി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ആഹാര സാധനങ്ങൾ ചിക്കൻ അടക്കമുള്ളത് കടകളിൽ വെച്ച് മറക്കുന്നതിന്റെ മണം മൂക്കിലൂടെ കയറുമ്പോൾ വിവിധ വിഭവങ്ങൾ കാണുമ്പോഴത്തേന് എന്ത് അധ്വാനിക്കുന്ന പൈസ മുഴുവൻ എന്ത് ചെയ്യുന്നു? ആ വഴിക്ക് ചെലവായി തീരുക. സമ്പാദിക്കാൻ കഴിയുന്നില്ല. മനുഷ്യൻ ധൂർത്താണ് ആഗ്രഹിക്കുന്നത്. ധൂർത്തടിച്ച് അങ്ങോട്ട് ജീവിക്കും. പിന്നെ കഷ്ടതയുടെ നാളുകൾ കടന്നു വരുമ്പോൾ അവരപ്പോഴാണ് ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതും എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ മുന്നേറണം. ഞാൻ ഇവിടെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ഈ ഭാഗത്ത് പറയാം. കുടുംബ ജീവിതം ആരംഭിച്ച് ദൈവം മക്കളെയൊക്കെ തന്നു കഴിയുമ്പോൾ മക്കൾ വളർന്ന് പഠിച്ച് ഒരു 12ാം ക്ലാസ് +2 ഒക്കെ ആകുന്നിടം വരെ അവനവന്റെ ഭവനത്തിലിരുന്ന് പഠിച്ച് അടുത്തുള്ള സ്കൂളുകളിലൊക്കെ പോയി ചെറിയ ചെറിയ ചെലവ് കൊണ്ട് പഠിക്കാൻ കഴിയും. +2 വരെ. +2 കഴിഞ്ഞുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒന്നിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ദൂര സ്ഥലത്ത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി പഠിക്കുന്നതാണ്. അതിന് നല്ല ഭാരിച്ച ചെലവുണ്ട്. ഫ്രൈസറോ
ആ ഭാഗം വരുമ്പോഴാണ് മാതാപിതാക്കൾ മുമ്പ് അധ്വാനിച്ച് ദൂർത്തടിച്ച കാര്യങ്ങളെക്കുറിച്ച് ചെലവഴിക്കുന്നത്. അന്ന് ദൂർത്തടിച്ച നന്മ സ്വരൂപിച്ച് വെച്ചിരുന്നെങ്കിൽ ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതിനകത്ത് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് ഒരു മാതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകന്റെ കുട്ടിയെ പഠിപ്പിക്കാൻ യാതൊരു മാർഗവുമില്ല. അവളുടെ കൂടെ പഠിച്ചവരെല്ലാം അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് പാസ്സവരെല്ലാം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉപരിപഠനത്തിന് കയറി. ഇവൾക്ക് മാത്രം ഭയങ്കര സങ്കടം, പഠിപ്പിക്കാൻ പൈസയില്ല. അവളുടെ മാതാപിതാക്കൾ അധ്വാനിച്ചത് മുഴുവൻ ഇഷ്ടംപോലെ ഡ്രസ്സ് വാങ്ങി നിറച്ചു. ഇഷ്ടംപോലെ ഡ്രസ്സ് ഓരോ ദിവസം ഭാഷൻ രീതിക്ക് മത്സരിച്ച് വസ്ത്രം വാങ്ങി കടകളിൽ മാത്രം തിന്നുകുടിച്ച് വളർന്ന് ഇപ്പോൾ കുട്ടി പ്ലസ് ടു കഴിഞ്ഞ് പഠിപ്പിക്കാൻ പൈസയില്ല. കാരണം ദൂർത്തരിച്ചതാണ്. ഇത് 100% നമ്മൾ ശരിയാണ്. പല കുടുംബങ്ങളിൽ ഇത് തന്നെയാണ്. ഒത്തിരി കുടുംബങ്ങളെ എനിക്കറിയാം. ഇതൊക്കെ നേരിട്ട് അനുഭവങ്ങൾ എന്നെ വിളിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, ദൂർത്തടിക്കരുത്. ലോകം കടന്നു പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച്, നിങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് തീരുമാനം ഉണ്ടായിരിക്കണം. അല്ലെ, യാക്കോബ് ഇരട്ടി അനുഗ്രഹം വാങ്ങിയെടുക്കാൻ വേണ്ടി, ഇരട്ടി നന്മയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത യാക്കോബിനെ പോലെ താൻ ദൂർത്തടിച്ച് കളയാതെ, ദൂർത്തടിച്ച് ചെലവഴിക്കാതെ. അന്നത്തെ കാലഘട്ടത്തിന് മാർഗമില്ല, ഇന്നത്തെ മാർഗമുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ യാക്കോബിനെ കണ്ടുപിടിക്കണം, ദൂർത്തടി കുറവാക്കണം. ഇവിടെ ഒരു വടിയോടുകൂടെ മാത്രം വന്ന യാക്കോബ് അല്ലേലൂയ പ്രാണഭയത്തിലായപ്പോൾ അവൻ ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് താൻ അയോഗ്യനാണ് അല്ലേലൂയ ആ തിരിച്ചറിവുണ്ടായി. യാക്കോബ് തന്റെ ജീവിതത്തിൽ ആദ്യമായി ഏറ്റുപറയുകയാണ്, അല്ലേലൂയ, യഹോവേ അടിയനെ കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. അല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവത്തിന്റെ സഹായമില്ലാതെ തനിക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ലെന്ന് സമ്മതിച്ച് അവൻ സമ്പൂർണമായി ദൈവത്തിന് തന്നെ സമർപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന്റെ സഹായമില്ലാതെ നമുക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇവിടെ ലാബാന്റെ വീട്ടിൽ നിന്ന് യാക്കോബ് തന്റെ ഭാര്യയും മക്കളെയും കൂടെ അല്ലേലൂയ കൂട്ടി അവിടെ നിന്ന് പുറപ്പെട്ടു പോരുന്ന ഭാഗം നമുക്കറിയാം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അപ്പൊ ഇവിടെ ദൈവ സഹായം യാക്കോബിന് ആവശ്യമായതുപോലെ എന്നെ കേൾക്കുന്ന പറയും, മാതാപിതാക്കളോട് പറയും, ദൈവ സഹായം നിനക്കുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കരുതൽ നിനക്കുണ്ടെങ്കിൽ, മാത്രമല്ല നീ കഠിനാധ്വാനം ചെയ്യുന്നെങ്കിൽ, ഭാവിയെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അല്ലേലൂയ നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിന്റെ അധ്വാന ഫലം നീ തന്നെ തിന്നും. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും. നിങ്ങൾ 122 സംഗീതമായി. പക്ഷെ എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും. നീ നിന്റെ ഭാര്യ നിന്റെ മക്കൾ അനുഭവിക്കുന്നതിന് നിന്റെ കൈകളുടെ അധ്വാന ഫലം ആരാ തിന്നത്? ഇവിടുത്തെ ബീവറേജുകാർക്ക് കൊടുക്കുകയല്ലേ നീ? ഇവിടുത്തെ ബാറുകാർക്കും ഇവിടുത്തെ ലോട്ടറിക്കാർക്കും കൊടുക്കുകയല്ലേ? അല്ലേലൂയ, ഇവിടുത്തെ അല്ലെങ്കിൽ ശുഭനാട്ട കേന്ദ്രങ്ങളിലെ നിന്റെ അധ്വാന ഫലം മുഴുവൻ ചെലവഴിക്കുന്നത്. നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് നന്മയുണ്ടോ? നീ ദൂർത്തടിച്ച് ചെലവഴിക്കുന്നവനാ. അതുകൊണ്ട് നിന്റെ കുടുംബം പരാജയമാണ്. അല്ലേലൂയ, യാക്കോബിനെ പോലെ അല്ലേലൂയ നിങ്ങൾ കഠിനാധ്വാനമുള്ളവനായിരിക്കണം. നിങ്ങൾ ഒരു ദിവസം പണി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ബീവറേജിന്റെ മുമ്പിൽ വന്നു നിന്ന് കള്ളു കുടിക്കണമെങ്കിൽ നല്ലൊരു ചെലവാണ്. നിങ്ങൾ കൂട്ടുകൂടി കമ്പനി കൂടി നിങ്ങളുടെ അധ്വാന ഫലം കൊണ്ട് നിങ്ങൾ ബീവറേജ് കിടക്കുന്ന ബാറിൽ കിടക്കുന്ന സാധനങ്ങൾ വാങ്ങി കുടിക്കും. അവസാനം ഈ ബാറുടമ എന്ത് ചെയ്യും? പണക്കൊഴുപ്പുള്ളവനായി തടിച്ചു കൊഴുത്ത മാശാനി പശുവിനെ പോലെ അങ്ങ് നിറഞ്ഞ അദ്ദേഹത്തിന്റെ മക്കൾ അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും യൂറോപ്പിലും സിംഗപ്പൂരിലും ഒക്കെ വിട്ടങ്ങ് പഠിപ്പിക്കും. അവൻ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയിട്ട് കടന്നു വരും. നിന്റെ പൈസ കൊണ്ട് നീ എന്ത് ചെയ്ത് അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന അവൻ സൗദങ്ങൾ പോടുന്ന ആഡംബര കാറുകളിൽ ജീവിക്കുന്ന സുഖലോലുപനായി നീയും നിന്റെ കുടുംബവും നിന്റെ മക്കളും എന്ത് ചെയ്തു? ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ നിന്റെ മക്കളെ ഉപരിപഠനത്തിന് അയക്കാൻ മാർഗമില്ലാതെ നീ നിലവിളിക്കുക. എന്താണ്? നിന്റെ മുമ്പത്തെ ദൂർത്തറിയ നീ ഉണ്ടാക്കിയത് കൂടി മറ്റുള്ളവർക്ക് കൊടുത്തു. ഇപ്പൊ നിന്റെ കുടുംബത്തിന്റെ മക്കളെ പഠിപ്പിക്കാൻ പൈസയില്ല. പിന്നെ കരഞ്ഞിട്ടോ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അല്ലേലൂയ, രക്തം ചെയ്യും. ഇപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് അല്ലേലൂയ, കുടുംബത്തിന്റെ സംരക്ഷണം അനിവാര്യമായി കഴിഞ്ഞപ്പോൾ യാക്കോബ് ദൈവസന്നിധിയിൽ തന്നെത്താൻ സമർപ്പിച്ചു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലും കൃപയിലും ആശ്രയിച്ച് ദൈവത്തിന്റെ മഹാമനസ്കതയ്ക്കായി പ്രാർത്ഥിക്കുക. കുടുംബത്തിന്റെ നന്മ, കുടുംബത്തിന്റെ സംരക്ഷണം, കുടുംബത്തിന്റെ സഹായം ദൈവത്തിന് അനിവാര്യമായി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ മഹാമനസ്കതയ്ക്ക് വേണ്ടി ദൈവത്തിനെ മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുന്ന ഒരു യാക്കോബിനെ നമുക്ക് കാണാൻ കഴിയും. അല്ലേലൂയ, എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, താൻ ഒന്നുമില്ലാത്തവനായി വന്നു എന്ന് ഏറ്റുപറയുക.
ഞങ്ങൾക്ക് പറയും ഞാൻ ഒന്നുമില്ല, ഒരു വടിയോട് കൂടെ മാത്രമാണല്ലോ കർത്താവെ ഞാൻ ഈ യോർദാൻ കടന്നത്. ഇന്ന് ഈ രണ്ട് കൂട്ടമായി തീർന്നതിന്റെ പിന്നിലെ രഹസ്യം അങ്ങ് മാത്രമാണ്. ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് ഞാൻ അധ്വാനിച്ചു. പക്ഷെ എന്റെ അധ്വാനത്തിന്റെ ഫലം മറ്റൊരു അനുഭവിക്കാതെ അങ്ങനെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു. അതുകൊണ്ട് കർത്താവെ ഞാൻ അങ്ങയോട് കാണിച്ചിരിക്കുന്ന സകല ദയക്കും സകല വിശ്വസ്തയ്ക്കും ഞാൻ അപാത്രമാണ്. അങ്ങാണ് മഹത്വമുള്ളവൻ, അങ്ങാണ് വലിയവൻ, അങ്ങാണ് ശ്രേഷ്ഠവൻ, അങ്ങാണ് ഇതെല്ലാം തന്നത്. യാക്കോബിന്റെ നന്ദി പറയുന്ന അനുഭവം. അതെ, എന്നെ കേൾക്കുന്ന മാതാപിതായി, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. നിന്നെ സകല നന്മയിലും ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കും. ഇന്ന് അനേകർ ലോകപ്രകാരമുള്ള അനുഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അനുഗ്രഹം വാങ്ങിച്ച് കർത്താവിനെ മറക്കുകയാണ്. ഇന്ന് ലോകത്തിൽ അനേകർ ലോകപ്രകാരമുള്ള അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തെ മറന്നു പോകുന്നു. അല്ലേലൂയ. ലോക സമ്പത്തിൽ മയങ്ങി വീണ് നിത്യതയെ നഷ്ടപ്പെടുത്തുകയാണ്. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് ലോകപ്രകാരമുള്ള സമ്പത്തും ആത്മീയ സമ്പത്തും ആവശ്യമാണ്. അല്ലേലൂയ. നിങ്ങൾ ഇരട്ടിയായുള്ള നന്മയെ പ്രതീക്ഷിച്ച് ദാവീദ് പ്രാർത്ഥിച്ചു, നന്മയും കരുണയേറ്റി ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ ദാവീദിനെ പോലെ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. അല്ലേലൂയ. എന്ന് ഞാൻ പറയട്ടെ, ലോകപ്രകാരമുള്ള നന്മയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് ദൈവത്തെ മറന്നു പോവുകയാണ്. പക്ഷെ യാക്കോബ് ലോകപ്രകാരമുള്ള നന്മ ആത്മീയമായുള്ള നന്മ ആഗ്രഹിക്കുമ്പോൾ തന്നെ താൻ ദൈവത്തോട് ചേർന്നിരിക്കുകയാണ്. ദാവീദ് പറയുകയാണ്, നിങ്ങൾ ലോകപ്രകാരമുള്ള നന്മയ്ക്ക് വേണ്ടി ഓടി നിങ്ങളുടെ ജീവിതം നിരാശപ്പെടുത്തി കളയാതെ, നിങ്ങളുടെ ജീവിതം കണ്ണുനീരിന്റെ അനുഭവത്തിലേക്ക് കടത്തിവിടാതെ നിങ്ങൾക്ക് നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും തരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സന്നിധിക്ക് വരണം. സ്തോത്രം. അതുകൊണ്ട് നന്മയും കരുണയുടെ ആഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ ഇവിടെ ദീർഘകാലം വസിക്കും എന്ന് പറഞ്ഞാൽ, ആലയത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധം പുലർത്തി വിശുദ്ധി ജീവിക്കുക എന്നാണ്. അപ്പൊ നിങ്ങൾക്കൊരു അനുഗ്രഹം ആവശ്യം, നിങ്ങൾക്ക് നന്മ ആവശ്യമാകില്ല, നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്ന് ദൈവമക്കളോടൊപ്പം ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിന് വിശുദ്ധിയോടുകൂടി നിൽക്കുമ്പോൾ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ പറഞ്ഞ ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു നിന്നെ അനുഗ്രഹിക്കും. അല്ലേലൂയ. നിങ്ങൾക്കൊരു കൂട്ടായ്മ ആവശ്യമാണ്. ആരോടുള്ള കൂട്ടായ്മ? കർത്താവ് യേശുക്രിസ്തുവിനുള്ള കൂട്ടായ്മ. കർത്താവ് യേശുക്രിസ്തുവിനുള്ള കൂട്ടായ്മ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ തകർന്നു പോകത്തില്ല. ദുരിത ലേഖനം 1-9 വാക്യം, തന്റെ പുത്രനും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. പിതാവായ ദൈവത്തിന്റെ പുത്രൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ. നിങ്ങൾ ആരുടെ കൂട്ടായ്മയിലാണ്? യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലാണോ നിങ്ങൾ? ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നെങ്കിൽ, അല്ലെ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തന, അവനത് നിവർത്തിക്കും. ഹല്ലേലൂയ. അല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും കൂട്ടായ്മയിലാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തടയപ്പെടും. ലോകത്തിൽ അനവധി കൂട്ടായ്മകളുണ്ട്, അനവധി കൂടിവരവുകളുണ്ട്. പക്ഷെ നിങ്ങൾ എവിടെയാണ് കൂടി വരുന്ന? ആരുടെ കൂട്ടായ്മയിലാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപത്തിന് ശുദ്ധീകരണം വരുത്തി, പാപത്തിന് പരിഹാരം വരുത്തി, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, ശുദ്ധരക്തത്താൽ നിങ്ങൾ കഴുകപ്പെട്ടവരായി, ശുദ്ധീകരണം പ്രാപിച്ചവരായി, ജഡത്തിലെ ആത്മാവിലെ സകല ധർമ്മവും നീക്കി ദൈവമയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നിങ്ങൾ ദൈവ മക്കളോടൊപ്പം അല്ലെങ്കിൽ ദൈവത്തെ പാടി സ്തുതിക്കണം. കർത്താവ് യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടായ്മ, വേർപാട് അമ്മ പാലിക്കുന്ന ദൈവമക്കളുടെ കൂട്ടായ്മ. അതിന് നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കണം. പുതിയ നിയമസഭയ്ക്ക് വീണ്ടും ജന്മം പ്രാപിക്കുന്ന നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലാണെങ്കിൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരുമെന്ന്. അതുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പറയുന്നത്. അപ്പം ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. ദൈവത്തോട് ചേർന്ന് നടക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. ദൈവത്തോട് ചേർന്ന് വസിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. നിങ്ങൾ ആരോട് ചേർന്ന് നടക്കുന്നു, ആരോട് ചേർന്ന് ജീവിക്കുന്നു, ആരോടൊപ്പം ആരോടുകൂടെയാണ് നിങ്ങളുടെ സഞ്ചാരം? ഹല്ലേലൂയ. നിങ്ങൾക്ക് തെറ്റു പറ്റിയ മനുഷ്യനാണ്. ഹല്ലേലൂയ. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടായ്മ എവിടെയുണ്ടോ ആ കൂട്ടായ്മയിലേക്ക് നീ കടന്നു ചെന്ന് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി, ശുദ്ധീകരണം വരുത്തി, വിശുദ്ധിയോടെ ദൈവഭയത്തിൽ നീ കർത്താവിനെ ആരാധിച്ചു തുടങ്ങുമ്പോൾ യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം ഇരട്ടിയായി പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഒരു വടിയോടുകൂടെ മാത്രം യോർദാൻ കിടന്ന യാക്കോബിനെ പിന്നത്തേത് 2 കൂട്ടമാക്കി മാറ്റിയതുപോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി നിന്റെ പരാജയങ്ങളെ മാറ്റി, ദുഃഖങ്ങളെ മാറ്റി, കണ്ണുനീര് മാറ്റി,
നിന്റെ കുടുംബത്തിന്റെ ശോചനയായ അവസ്ഥയെ മാറ്റി നിന്റെ ഭവനത്തിന്റെ വിജനമായ അല്ലെങ്കിൽ ആ പാഴ്ശൂന്യമായ അനുഭവത്തെ മാറ്റിയിട്ട് നിന്റെ കുടുംബത്തിനകത്ത് സമൃദ്ധി തന്നു നിറയ്ക്കുവാൻ ദൈവം വിശ്വസന. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചിട്ട് ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ തീരുമാനമെടുത്ത് കടന്നു പോകാം. ജഡത്തിലെ പാപത്തെ നീക്കിക്കളാൻ ലോകപ്രകാരമുള്ള നന്മയ്ക്ക് വേണ്ടി ഓടി നടന്നതിന്റെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ സ്വർഗീയ അനുഗ്രഹത്തിന് വേണ്ടി വരണം. പ്രൈസ്. അപ്പൊ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങുന്നുണ്ട്. അപ്പം ദാവീദ് പറയുക, നന്മയും കരുണയും വേണ്ടി ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്ന് ഇവിടെ ദാവീദ് പറയുമ്പോൾ നമ്മൾ യോശുവെ കൂടെ കണ്ടുപിടിക്കണം. ലേലിയ ദാവീദ് പറഞ്ഞത്, നന്മയും കരുണയുടെ ആൾക്കാരൊക്കെ എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയം ദീർഘകാലം വസിക്കും, ദൈവമുള്ള ആത്മബന്ധം. അപ്പോൾ യോശുവ പറയുകയാണ്, യേശുവയുടെ പുസ്തകം 24:15 പറയുകയാണ്, ഹല്ലേലൂയ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ലോകപ്രകാരമുള്ള നന്മയേക്കാൾ വലിയ നന്മയാണ് കർത്താവായ യേശുക്രിസ്തു, അതായത് യഹോവയായ ദൈവത്തിലൂടെ. അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും യഹോവയ്ക്ക് വേണ്ടി മാത്രം നിലനിൽക്കും, അവന്റെ സന്നിധി നിലനിൽക്കും. ഞാൻ എൻ്റെ കുടുംബത്തെ പൂർണ്ണമായി യഹോവയ്ക്ക് സമർപ്പിച്ചു. തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് യോശുവ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ആമീൻ, തൻ്റെ മരണത്തിന് മുമ്പുള്ള യോശുവയുടെ രണ്ടാമത്തേതും അവസാനത്തേതുമായ സന്ദേശമാണ് ഈ അധ്യായത്തിലുള്ളത്. ആമി സ്തോത്രം. അല്ലെങ്കിൽ ഈ യോശുവയുടെ പുസ്തകം 24 ആമി ഈ സന്ദേശം നൽകിയത് ശേഖേമിൽ വെച്ചാണ് എന്നാണ് 24-1 വാക്യം വായിക്കാൻ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒന്നാം സന്ദേശം നൽകിയത് എവിടെ വെച്ചാണെന്ന് പറഞ്ഞിട്ടില്ല, എങ്കിലും യഹോവയുടെ സമാഗമന കൂടാരം സ്ഥാപിച്ചിരുന്ന ശീലോവിൽ വെച്ചായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തെ സന്ദേശമാണ് തന്റെ മരണത്തിനുള്ള സന്ദേശമാണ് യോശുവയുടെ പുസ്തകം 24:1. അല്ലെ, യൂഫ്രട്ടീസ് നദിക്കരെ നിന്നും അബ്രഹാമിനെ വിളിച്ചത് മുതൽ കനാനിൽ അവരുടെ ശത്രുക്കളെ തോൽപ്പിച്ചത് വരെയുള്ള ചരിത്ര സംഗ്രഹം യോശുവ ഇസ്രായേൽ മക്കളെ പറഞ്ഞു കേൾപ്പിക്കുന്ന. ഒടുവിലായി നിങ്ങൾ ആരെ സേവിക്കും എന്നുള്ള ഒരു വെല്ലുവിളിയോടെ യോശുവ അവരുടെ മുമ്പാകെ വെക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ആരെ സേവിക്കുന്ന വെല്ലുവിളി. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഏതു ദേവനെ വേണമെങ്കിലും ആരാധിക്കുക എന്ന് നിങ്ങൾ കരുതുന്നത് ബാക്കി യോശുവ 24:14 കാണാൻ കഴിയും. എന്നാൽ ഞാൻ എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. വിശ്വാസം, നിങ്ങൾക്ക് ഏത് ദേവനെ വേണമെങ്കിലും ആരാധിക്കുക, ഏത് ദേവനെ വേണ്ടി സേവിക്കുക. ഹല്ലേലൂയ. ആമി സ്തോത്രം. കൽദയ പട്ടണമായിരുന്ന ഊരിൽ നിന്ന് വിളിച്ച് അബ്രഹാമിനെ വേർതിരിച്ച് ഇനി നമ്മൾ ചിന്തിച്ചു നോക്കി, അല്ലെങ്കിൽ ആമി മിസ്രൈമിൽ നിന്ന് വിടിവിച്ച് വാഗ്ദത്ത കനാനിൽ എത്തിക്കുന്നിടം വരെ ആമി കൂടെയിരുന്ന് സഹായിച്ച ദൈവത്തിന്റെ നന്മകൾ കണ്ടിട്ട് യോശുവ പറയുകയാണ്, ആമി ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾക്ക് നദിക്കരെ ഒത്തിരി ദേവന്മാരുണ്ട്, നിങ്ങൾ ആരെ സേവിക്കും? ലേരിയ. നിങ്ങൾ ആരെ സേവിക്കും പ്രിയരെ? അല്ലേരിയ. അതുകൊണ്ട് യോശുവെ പോലെ നിങ്ങൾ ദൈവത്തെ സേവിക്കണം. അപ്പം യോശുവ പ്രഖ്യാപിച്ച പ്രഖ്യാപനം കേട്ട ജനം യോശുവയുടെ പ്രഖ്യാപനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളും യഹോവയെ സേവിക്കുമെന്ന് ജനം ഏറ്റുപറയുകയാണ്. യാക്കോബിന്റെ യേശുവിന്റെ പുസ്തകം 24:16 നമുക്ക് കാണാൻ കഴിയും. ഉടമ്പടിക്കുക. അപ്പം ദൈവം ഭാഗമുള്ള നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ കുടുംബത്തിനും സഭയ്ക്കും മാതൃകാപരമായിരിക്കട്ടെ എന്നാണ് ഇവിടെ വായിക്കുന്നത്. അത് നിങ്ങൾ യോശുവെ പോലെ തീരുമാനമെടുക്കണം, ദാവീദിനെ പോലെ തീരുമാനം, യാക്കോബിനെ പോലെ തീരുമാനം. അല്ലേ, ഇവിടെ നമുക്കറിയാം യാക്കോബ് കഠിനാധ്വാനം ചെയ്ത് അനുഗ്രഹം പ്രാപിച്ച വ്യക്തിയാണ്. യോശുവ എന്ന് പറയുന്ന വ്യക്തി ഈ സാഹചര്യത്തെ വാഗ്ദത്ത കനാനിലേക്ക് നടത്തുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു. പല യുദ്ധങ്ങളെ നേരിടേണ്ടി വന്നു, പല ജാതികളെ നേരിടേണ്ടി വന്നു. മരണത്തിന് മുമ്പിൽ എത്തിയിട്ട് വലിയ വെല്ലുവിളികളോടുകൂടിയാണ് ഈ സാഹചര്യത്തെ കനാനിലേക്ക് നടത്തിയത്. അപ്പം കഠിനാധ്വാനിയായിരുന്ന യോശുവ പറയാണ്, ഞാനും എൻ്റെ കുടുംബങ്ങളെ യഹോവയെ സേവിക്കും. ദാവീദ് എന്ന് പറയുന്ന വ്യക്തി തന്റെ രാജ്യത്ത് ഉറപ്പിക്കാൻ കഴിയാതെ വണ്ണം ശൗൽ തനിക്കെതിരെ നിൽക്കുമ്പോൾ, ഈ കൂട്ടം എതിരെ നിൽക്കുമ്പോൾ ദാവീദ് പറയുക, നന്മയും കരുണയുടെ ആൾക്കാലമൊക്കെ എന്നെ പിന്തുടരും, ഞാനും യഹോവയുടെ ആലയം ദീർഘകാലം വസിക്കും. അതെ, യാക്കോബിനെ പോലെ യോശുവെ പോലെ ദാവീദിനെ പോലെ കഠിനാധ്വാനം ചെയ്ത് മുമ്പോട്ട് വന്ന ഭക്തന്മാരുടെ ജീവിതത്തെ അനുഗ്രഹിച്ചൊരു ദൈവമുണ്ട്. ആ കർത്താവ് ഇന്ന് പകൽ നിന്നോട് ശക്തമായി ദൂത് പറയുന്നത് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, യാക്കോബിന് ഇരട്ടി നന്മ കൊടുത്ത് ഒരു വടിയോട് കൂടെ മാത്രം യോർദാൻ കിടന്ന യാക്കോബിനെ രണ്ട് കൂട്ടമായി തീർത്ത ദൈവം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ പരാജയത്തെ മാറ്റി, നിന്റെ സങ്കടങ്ങൾ മാറ്റി, നിന്റെ കണ്ണുനീര് മാറ്റി, ദുഃഖം മാറ്റി, സ്വർഗത്തിലെ സഭയിൽ ആത്മീയ അനുഗ്രഹത്താൽ നിന്നെ നിറച്ചനുഗ്രഹിക്കാൻ പോവുകയാണ്. സ്തോത്രം. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് പകലിൽ കണ്ണുനീരിന്റെ നടിയിലൂടെ കടന്നു പോകുന്ന, സങ്കടത്തിന്റെ നടിയിലൂടെ കടന്നു പോകുന്ന, വേദനയിലൂടെ കടന്നു പോകുന്ന, കടക്കിണിലൂടെ കടന്നു പോകുന്ന, ജീവിതത്തിൽ എങ്ങും എത്തുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന
അനുദിന ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന സങ്കടത്തിൽ കടക്കടിയിലൂടെ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, ആമീൻ, ഞാൻ യാക്കോബിനെ രണ്ട് കൂട്ടമായി അനുഗ്രഹിച്ച ദൈവം നിന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം. അല്ലേലിയ. നമ്മുടെ ദൈവം വലിയ വിശ്വസ്തനായ ദൈവമാണ്. അല്ലേലിയ. അതുകൊണ്ട് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലേലിയ. ഇപ്പം പണ്ടൊരാൾ പ്രാർത്ഥിച്ച് ഒരു പുസ്തകത്തിൽ വായിച്ച ആ പ്രാർത്ഥന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ അവൻ ധനവാനെയും ലാസറിനെ മുന്നേ നിർത്തിക്കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത്, അല്ലേലിയ, കർത്താവിനോട് പ്രാർത്ഥിച്ചു, ധനവാനായ ലാസറിന്റെ ഉപമയെ അല്ലേലിയ ഓർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ധനവാനെ ഓർപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ ഈ ലോകത്ത് ജീവിക്കും, ധനവാനെ പോലെ ജീവിക്കണം. അല്ലേലിയ. ആമേൻ. നിത്യത്തിലേക്ക് വരുമ്പോൾ ലാസറിനെ പോലെ ആശ്വസിക്കപ്പെടണം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുക. ഇന്നത്തെ ജനത്തിന് പ്രാർത്ഥന അങ്ങനെ തന്നെയാണ് കേട്ടോ. ഭൂമിയിലായിരിക്കുമ്പോൾ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് ദിനം പ്രതി തന്റെ കൊട്ടാരത്തിൽ ഉല്ലസിച്ച് ഉലാവിക്കൊണ്ട് നടന്ന ആമേൻ ധനവാനെ പോലെ പലരും ഈ ഭൂമി ജീവിക്കാൻ ആഗ്രഹിക്കുക. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിച്ചാൽ അത് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, 16-19 ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ഇന്നത്തെ ആളുകൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ഭൂമിയിൽ ധനവാനെ പോലെ ജീവിക്കാൻ, പട്ടും ധൂമ്രവസ്ത്രം ധരിച്ച്, അല്ലേലിയ, ആമേൻ, ആഡംബരത്തോടെ സുഖിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ലഭിക്കുന്ന പൈസ മുഴുവൻ പുതുപുത്തൻ വസ്ത്രങ്ങളെടുത്ത് ഒന്ന് മാറി ഏതെടുക്കണമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടി ദൂർത്തടിക്കുന്ന കുടുംബങ്ങൾ, പട്ടും ധൂമ്രവസ്ത്രം ധരിച്ച് ദിനം പ്രതി ഹോട്ടലിൽ നിന്ന് വീട്ടിലേക്ക് ആഹാരം വരുത്തി സുഖിച്ച് കുളച്ച് മതിക്കുന്ന കുടുംബങ്ങൾ. നിങ്ങൾ അങ്ങനെയുള്ളവരാണോ? അല്ലേലിയ. വീട്ടിന് ആഹാരം ഉണ്ടാക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ എന്നും കടയിൽ നിന്ന് ഓർഡർ കൊടുത്ത് വാങ്ങിക്കഴിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ വിജയിക്കത്തില്ല. അല്ലേലിയ. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. എൻ്റെ വൈഫ് മരിച്ചതെന്ന് പറയുന്നത് 2023 ഏപ്രിൽ മാസം 21-നാണ്. എൻ്റെ വൈഫ് പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചത്. അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ മരണാനന്തരം അതിനുശേഷം എൻ്റെ ഒരു മകളുണ്ട്, അവൾ പഠിക്കാനായിട്ട് കടന്നുപോയി. പിന്നെ ഭവനത്തിൽ ഞാൻ ഒറ്റയ്ക്കായി. എൻ്റെ വൈഫിൻ്റെ മരണത്തിൻ്റെ ആ ദിവസം തൊട്ട് ഇന്ന് ഈ നാഴി വരെ 2 വർഷം കഴിഞ്ഞ് ഇതുവരെ ഞാൻ ഹോട്ടലിൽ നിന്ന് ആഹാരം എത്തി കഴിച്ചിട്ടില്ല, ഹോട്ടലിൽ പോയി കഴിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മ ദിവസം പ്രതി ധൂമ്രവസ്ത്രം പട്ടും ധരിച്ച് ആഡംബരത്തോടെ സുഖിച്ച് കുളച്ച് ജീവിക്കുവാനാണെങ്കിൽ നമുക്ക് കഴിയും. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും അത് ചെയ്തില്ല. ഞാൻ എനിക്ക് വേണ്ടുന്ന ആഹാരം എന്ന് ഞാൻ തന്നെ വെച്ച് കഴിക്കുക. എനിക്ക് സമാധാനമുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും? നിങ്ങൾ ഈ ധനവാനെ പോലെ ജീവിക്കുന്ന വ്യക്തിയാണോ? സുഖിച്ച് മതിച്ച് ജീവിക്കുന്ന വ്യക്തിയാണോ? എല്ലാം ഓർഡർ ചെയ്ത് എന്നെ കേൾക്കാൻ സഹോദര സഹോദരി, നീ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അല്ലേലിയ. നീ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. നീ സ്വന്തം കൈകൊണ്ട് വീട്ടിനകത്ത് കഠിനാധ്വാനം ചെയ്ത് വീട്ടിനകത്തെ ജോലി, നിനക്ക് വീഴുന്ന ഭക്ഷണം നിന്റെ വീട്ടിനകത്തുണ്ടാക്കി നീ കഴിക്കണം. അല്ലേലിയ. അങ്ങനെ നിന്റെ വീട്ടിനകത്തുണ്ടാക്കി നീ കഴിക്കുമ്പോൾ അല്ലേലിയ നിനക്ക് ബാലൻസ് പിടിക്കാൻ കഴിയും, മിച്ചം പിടിക്കാൻ കഴിയും. ഇല്ല, നീ കടയിൽ നിന്ന് ഓർഡർ വരുത്തുകയാണെങ്കിൽ നീ പോകും. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞ, എനിക്ക് ഭൂമിയിൽ ധനവാനെ പോലെ സുഖിച്ച് ജീവിക്കണം. സ്വർഗത്തിൽ വരുമ്പോഴോ നിത്യത്തിൽ എഴുത്തുമ്പോഴത്തേനും ലാസറിനെ പോലെ ആശ്വസിക്കണം. ഭയങ്കര തമാശയല്ലേ? രക്തം ചെയ്യാൻ. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണോ? നിന്റെ ജീവിതം എത്ര കഷ്ടപ്പോകയാണ്. പ്രൈസോ. ഇപ്പൊ ഞാൻ ഈ ടൗണിലൂടെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സൈക്കിള്, ഈ ബൈക്കുകാർ ഇങ്ങനെ നിൽക്കുക, സാധനം ഇപ്പോൾ ഓർഡർ കൊണ്ട് കൊടുക്കുന്ന അവരുടെ പേരെന്ന് നിൽക്കരുതില്ല, അവരിങ്ങനെ നിൽക്കുകയാണ്. ശരി, എപ്പോൾ ഫോൺ വരുന്നോ കടയിൽ നിന്ന് വിളിയുന്ന ആ സമയത്ത് ഇന്ന് ഈ സാധനം വാങ്ങി ഓരോ വീടുകളിലേക്ക് ഓടുക. അല്ലേരിയ. ഡെലിവറി ചെയ്തവര്. അല്ലേരിയ. സ്തോത്രം. ഓർത്തു വയ്ക്കുകയും, നിങ്ങൾക്ക് സ്വന്തം കൈ തന്നില്ലേ ദൈവം? 2 കൈ തന്നില്ലേ? 2 കാല് തന്നില്ലേ? ആരോഗ്യം തന്നില്ലേ? കഴിവ് തന്നില്ലേ? പ്രാപ്തി തന്നില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആഹാരം വാങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കൂടെ സാധനം വാങ്ങി ഉണ്ടാക്കി കഴിച്ചുകൂടെ? കടകളിൽ നിന്ന് ഓർഡർ വരുന്നതിന്റെ പകുതി പൈസ പോലും ആക്കില്ലല്ലോ. നിങ്ങൾക്ക് ബാലൻസ് പിടിക്കത്തില്ലേ? നിങ്ങൾ യാക്കോബിനെ കണ്ടുപിടിച്ച് ആ കാലഘട്ടത്തിൽ യാക്കോബ് എങ്ങൂന്ന് ഓർഡർ വരുത്തി വാങ്ങിയില്ല എന്നും പട്ടും ധൂമ്രവസ്ത്രം ധരിച്ച് സുഖം ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ചില്ല ഈ യാക്കോബ്. യോശുവ അങ്ങനെ ജീവിച്ചില്ല, ദാനിയേൽ അങ്ങനെ ജീവിച്ചില്ല, ദാവീദ് അങ്ങനെ ജീവിച്ചില്ല.
ഈ പഴയ നിയമത്തിലെ ഏത് ഭക്തന്മാരെ എടുത്ത് നോക്കിയാൽ അവരാരും അങ്ങനെ ജീവിച്ച ആദിമസഭയിൽ അപ്പോസ്റ്റലന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ആരും അങ്ങനെ ജീവിച്ചവരല്ല. അവരെല്ലാം കഠിനാധ്വാനം ചെയ്തവരാണ്. പൗലോസാണെങ്കിൽ കൂടാരപ്പണിയോട് കൂടി വേല ചെയ്തവനാണ്, അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്തവനാണ്. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നീ തകരുവാൻ ഇടയാകരുത്. ലോകം നിന്നെ തകർക്കരുത്, നിന്റെ കുടുംബത്തെ തകർക്കരുത്, നിന്റെ നന്മയെ തകർക്കരുത്. നീ അധ്വാനിക്കുന്നതിന്റെ അധ്വാന ഫലം നീ നിന്റെ മക്കളും കഴിക്കണം, അല്ലെങ്കിൽ അത് മറ്റൊരുത്തിന് അപഹരിച്ചെടുപ്പാൻ വേണ്ടി നീ അവസരം കൊടുക്കരുത്. യാക്കോബിനെ പോലെ നീ പറയണം, ഒരു വടിയോടുകൂടെ ഞാൻ ഈ യോർദാൻ കടന്ന് ഇന്ന് ഞാൻ 2 കൂട്ടമായിരിക്കുന്നു. നിന്റെ ദയയ്ക്കും വിശ്വസ്തയ്ക്കും ഞാൻ അപാത്രമാണ് കർത്താവേ, നീ ചെയ്ത നന്മയാണ് എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കണം, രക്തം ചെയ്യും. പ്രീശ്വരോ, കഷ്ടതയുടെ നേർത്താമെ തീച്ചുള്ള കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുക. നിങ്ങൾ യേശുവിന്റെ ജീവിതം വിട്ടുകൊടുക്കുക. കർത്താവ് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സഹോദര, പണിയെടുക്കുന്ന പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണ്ണിനോടും തടിയോടും മല്ലടിച്ച് ചോര വീർപ്പാക്കി നീ അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ പൈസ, ഹല്ലേലൂയ, ആമേൻ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫീസിനകത്ത് ആമേലിയെ തിരിയുവാൻ കഴിയാതെ കഠിന വേല ചെയ്യുന്ന, ജോലി ചെയ്യുന്ന, ശ്രദ്ധയും കൂട്ടയിലും മാറിപ്പോയ ജോലിയിൽ നിന്ന് ആമി പല വീഴ്ചകളും അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കുന്ന, രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 7-8 മണിക്ക് മടങ്ങി വരുന്ന നിന്റെ അധ്വാന ഫലം, ഹല്ലേലൂയ. നിങ്ങൾ ഏതുവിധ ജോലി ചെയ്യുന്നവരായിരുന്നാലും നിന്റെ കഠിനാധ്വാനത്തിന്റെ, നിന്റെ വിയർപ്പിന്റെ വില, നിന്റെ ചോര വിയർപ്പായ വില മറ്റൊരുത്തൻ അനുഭവിക്കരുത്. നിന്റെ കുടുംബത്തിലേക്ക് വരണം. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കിട്ട് ഒരുവിധകൾ പോലെ നീ നിന്റെ മക്കൾ ഒന്നിച്ചിരുന്ന് നിന്റെ അധ്വാന ഫലം കൊണ്ട് നീ കഴിച്ച് തൃപ്തിയടയണം. ബാലൻസിനെ പിടിക്കണം. പ്രൈസലോ. എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ പാസ്, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ അനുദിനം വന്നെന്ന് കിട്ടുന്ന കൊണ്ട് ജീവിക്കുന്ന. പിന്നെ ഞാൻ ഈ സൂചിച്ച വേലക്കാര് നല്ലവരുണ്ട്, ഒരുപാട് കോടികൾ സമ്പാദിച്ചു. പക്ഷെ ഞാനൊന്നും 1 കോടി കൂടി സമ്പാദിച്ചിട്ടില്ല. ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം തരുന്നത് കൊണ്ട് കഴിഞ്ഞു പോവുകയാണ്. പക്ഷെ ഞാൻ വളരെ സന്തുഷ്ടനാണ്. എനിക്കൊരു വിശ്വാസമാണ്, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന്, യോശുവയെ നടത്തിയ ദൈവം എന്നെ നടത്തുമെന്ന്, ദാവീദ് പറഞ്ഞ പോലെ നന്മയ്ക്കാരൻ്റെ ആഷ്കാനൊക്കെ എന്നെ പിന്തുടരുമെന്ന് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ വിശ്വസിക്കുക. അതാണ് എൻ്റെ ജീവിത ജയം എന്ന് പറയുന്നത്. ഞാൻ കഠിനാധ്വാനത്തോടെ കർത്താവിന്റെ നാമത്തിന് വേല ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാ, ദൈവത്തിലേക്ക് മടങ്ങി വാ. പാപത്തിന്റെ വഴികൾ വിട്ട് ജീവിത വിശുദ്ധിയോടെ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് കർത്താവിന് വേണ്ടി നീ നിലകൊള്ളുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ നിന്റെ കുടുംബം കർത്താവിന്റെ സമർപ്പിക്കപ്പെട്ട യഹോവയുടെ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ പാടി സ്തുതിക്കുന്നെങ്കിൽ, ദൈവാലയത്തിൽ ചെന്നിട്ട് ദൈവത്തിന്റെ ആലയത്തിൽ, ദൈവാലയവും ദേവാലയവും രണ്ടും രണ്ടാണ് കേട്ടോ. ദൈവാലയം വേദപുസ്തകം പറഞ്ഞെല്ലാം ദൈവാലയത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലയം, അവിടെ ദൈവമാണുള്ളത്. ദേവാലയം എന്ന് പറഞ്ഞാൽ ദേവന്റെ ആലയം, അവിടെ ദേവനാണുള്ളത്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്നാൽ, ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുന്ന ദൈവമക്കൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവർ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന അഭിഷേകമുള്ള പരിശുദ്ധാത്മാവുള്ളവർക്ക് ദൈവസേവയിൽ കടന്നു ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കും. എന്നാൽ ദേവാലയത്തിൽ കടന്നു പോകുന്നവർ അവിടെ ചെന്ന് നോക്കി നിന്ന് തുരിതട്ട് വരും. ഹല്ലേലൂയ. ഞാൻ പള്ളിയിൽ പോയിട്ട് വ്യക്തിയാ. പള്ളിയിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, പള്ളിയിലൊക്കെ പോകുന്ന 36 വയസ്സൊരു കത്തോലിക്കനായിരുന്നു. ആ പള്ളിയിൽ ചെന്ന് ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ അവിടെ നിന്ന് കൊടുത്താൽ മതി. നിൽക്കുക, ഇരിക്കുക, മുട്ടുകുത്തുക, എഴുന്നേക്കുക, പണ്ടെടുത്തൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെയായിരുന്നു പള്ളിയിൽ. എന്നാൽ നാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നപ്പോൾ ചുമ്മാ നിൽക്കാൻ പറ്റത്തില്ല. കരങ്ങളടിച്ച് ദൈവത്തെ പാടി സ്തുതിക്കണം. സ്തുതി സ്തോത്രങ്ങൾ അതരത്തിന് പുറത്തു വേണം. കഠിനാധ്വാനം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കുടുംബം പോലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അവരെ ദൈവ സമൃദ്ധിയായിട്ട് എനിക്ക് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം. മാലാഖയുടെ പുസ്തകം 1:10 വായിച്ചു നോക്കട്ടെ. ആകാശത്തിന്റെ കിളിവാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. സ്ഥലം പോരാതെ വരുവോളം സ്വർഗത്തിലെ ആത്മീയനികത്താധികം നിന്നെ നിറയ്ക്കും, രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, ജീവിതത്തിൽ മുന്നേറണം, ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണം, നന്മ പ്രാപിക്കണം, നന്മ ഉണ്ടാക്കണം, ജീവിതം അനുഗ്രഹമാക്കണം. അതിനുവേണ്ടി ഏത് കഠിനാധ്വാനം ചെയ്യുവാൻ യാക്കോബിന്റെ വീട്ടിൽ 20 വർഷം യാക്കോബ് സേവ ചെയ്തതുപോലെ, ഒരു ദാസനെ പോലെ, ഇവിടെ അടിവെ പോലെ വേല ചെയ്തതുപോലെ നീ കഠിനാധ്വാനി ആയിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ കാലം മലയാളിക്ക് ജോലി വേണ്ട. നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടംപോലെ പണി ചെയ്യുവാൻ കേരളത്തിൽ ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻ വർക്കുണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷെ മലയാളിക്ക് ഇന്നത്തെ കാലത്ത് പണി വേണ്ട.
ഇന്നത്തെ പണി മുഴുവൻ എടുക്കുന്ന ബംഗാളികളും ബംഗ്ലാദേശികളും അല്ലെങ്കിൽ മറ്റ് അല്ലെങ്കിൽ ആമിസവും നാഗാലാൻഡുകാരും ഒക്കെയാണ്. ഒറീസ ഗുജറാത്തികളൊക്കെയാണ്. അവർ വന്ന് കെട്ടിടത്തിന്റെ കൺസ്ട്രക്ഷൻ മേഖല മുഴുവൻ, കടകളിലെ ജോലി മുഴുവൻ അവർ ഏറ്റെടുത്തു. എല്ലാ മേഖലയും അവർ ഏറ്റെടുത്തു. നമ്മുടെ മലയാളീസ് കയ്യും കെട്ടി വീട്ടിലിരിക്കുകയാണ്. അവൻ കള്ളും കുടിച്ച് അല്ലെങ്കിൽ വീടിയും വലിച്ച് സുഖം വലിച്ച് തെറിയും പറഞ്ഞ് ബഹളമുണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ നിൽക്കുക. അല്ലേ മലയാളിക്ക് പണിയില്ല. ആരോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് പണിയില്ല. പണി മേഖലയില്ല, ഭയങ്കര പ്രശ്നമാണേ, പണിയില്ല. ലോകം ബംഗാളികളെ നോക്കാം, അവര് എന്നും ഡെയിലി പണിയെടുക്കുക. അല്ലേ നിങ്ങൾ ഈ ബാങ്കുകളിൽ പോയി SBI നോക്കണം, ബാങ്കിൽ പോയി നോക്കണം, ബംഗാളികൾ വന്ന് പൈസ അയക്കാൻ വേണ്ടി അവർ വീട്ടിലേക്ക് പൈസ അയക്കാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണെങ്കിൽ അല്ലേ. നമ്മുടെ മലയാളിക്ക് ബാങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു അക്കൗണ്ടിൽ ഒരു ബാലൻസ് ഇല്ല. ബംഗാളി കൊണ്ടുപോവുക. നീ പണിയെടുക്കാൻ മടിയാണ്. യാക്കോബിനെ കണ്ടുപിടി, അവൻ പണിയെടുക്കുന്നവനാ, അധ്വാനിച്ചവനാ. അല്ലേ 20 വർഷം ലാബാന് വിട്ട് ആട്ടുകളെ മേയിച്ചു. എൻ്റെ കഠിനാധ്വാനം ചെയ്തു. പേശോ, അതുകൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് അവൻ ഒരു വടിയോടുകൂടെ യോർദാൻ കടന്ന് ഇപ്പോൾ ഞാൻ 2 കൂട്ടമായി തീർന്ന് കർത്താവ് നിന്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കും ഞാൻ അമാത്രം എത്രയെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മനസ്കതയുടെ മുമ്പിൽ ദൈവത്തിന് അനുഗ്രഹത്തിനായി കുടുംബത്തിന്റെ സംരക്ഷണമായി യാക്കോബ് ദൈവത്തിന് പ്രാർത്ഥിക്കുന്നത് അല്ലേ രക്തം ചെയ്യും. പ്രൈസലോ. മാതാവ് പിതാവേ, അനുഗ്രഹ സ്വഭാവേ, നാം ദൈവത്തോട് ചേർന്നിരിക്കുക. നീ ദൈവത്തോട് ചേർന്നിരുന്ന ദൈവം നിന്നോട് ചേർന്നിരിക്കും. നീ ലോകത്തോട് ചേർന്ന് ലോകം നിന്നോട് ചേർന്നിരിക്കും. ലോകത്തോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നീ സാത്താനോട് ചേർന്ന് സാത്താൻ നിന്നോട് ചേർന്നിരിക്കുക. അവൻ സകല അശുദ്ധിയിലേക്ക് നിന്നെ കൊണ്ടുപോകും. നീ ദൈവത്തോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തോട് ചേർന്നിരിക്കുകയാണ് നിന്നെ വിശുദ്ധിയിലേക്ക് ദൈവം നടത്തും. ഏത് വേളയിലും നിനക്ക് തെരഞ്ഞെടുക്കാം. അല്ലേരിയ, നമ്മൾ കർത്താവിന് വേണ്ടി നിലകൊള്ളണം കേട്ടോ. അല്ലേരിയ. ഇവിടെ ദൈവത്തിന് വചനം പറയുമ്പോൾ അല്ലേരിയ നിങ്ങൾ അല്ലെങ്കിൽ സ്വതം നിങ്ങൾ ഭൂമി ജീവിക്കുമ്പോൾ ധനവാനെ പോലെ ധൂമ്രോസ്തം പട്ടം ധരിച്ച് സുഖച്ചു ചാടമ്പരത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കാതെ നിത്യതയിൽ അല്ലെങ്കിൽ സ്വതം ലാസനെ പോലെ അങ്ങനെ ചിന്താഗതി മാറ്റണം. മനുഷ്യൻ പ്രാർത്ഥന എങ്ങനെയാണ്? ഭൂമിയിൽ ധനവാനെ പോലെ ജീവിക്കണം, നിത്യതയിലെത്തുമ്പോൾ ലാസനെ പോലെ ആശ്വസിപ്പിക്കണം. ഇന്നത്തെ പല പ്രാർത്ഥന അത് ഞാൻ പറഞ്ഞു വെച്ചത് അല്ലേ. ഇവിടെ ദൈവത്തിന് യാക്കോബ് ഇരട്ടി നന്മ നേടിയതിന്റെ രഹസ്യം കർത്താവിനോട് പോരാടി പ്രാർത്ഥിച്ചു തന്നെ. യാക്കോബ് ഇരട്ടി നന്മ പ്രാപിക്കാൻ കണ്ടോ? അവൻ ദൈവത്തോട് പോരാടി പ്രാർത്ഥിച്ചു. യാബോക്ക് കടൽക്കരയിൽ വെച്ച് ഭാര്യയും മക്കളെയും ആടുമാടുകളെയും നിർത്തിക്കൊണ്ട് ഇക്കരെ നിന്ന് യാക്കോബ് കർത്താവിന്റെ സ്നേഹത്തിനായി നന്ദിയോട് സ്തുതിച്ച് യഹോവയെ അടിയനോട് കാണിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്ന് ഇപ്പോഴും ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നുവെന്ന് നമ്മൾ വായിച്ച പദം. എന്തുകൊണ്ടാണ് അവൻ യാബോക്ക് നദിക്കര വെച്ച് ദൈവത്തോട് പോരാടി പ്രാർത്ഥിച്ചു. യാക്കോബ് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് ദൈവസനി മാല്യ പിടിച്ച് പ്രാർത്ഥിച്ച മനുഷ്യനായ യാക്കോബ്. അതുകൊണ്ടാണ് അവനെ ദൈവം 2 കൂട്ടമായി അനുഗ്രഹിച്ചത്. പ്രൈസലോ. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മടങ്ങുക. അവിടെ ഇവിടെ നിന്ന് പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരും തമാശകളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സമയം ചെലവഴിക്കരുത്. അപ്പം അല്ലെങ്കിൽ പൊട്ടച്ചൊല്ല് കളിവാക്ക് ചീത്തത്തരം നിങ്ങളെ ഫേസിലേക്ക് 5 വായിച്ച കാണാൻ കഴിയും. രക്തം ചെയ്യും. പ്രൈസലോ. അതൊക്കെ വിട്ട് നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങിയോ. യാക്കോബിനെ പോലെ നീ പോരാടി പ്രാർത്ഥിക്കുക ദൈവത്തോട്. യാക്കോബിനെ പോലെ ദൈവത്തിന് വിശ്വസത്തോടെ പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അനുഗ്രഹത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന റോതാവേ മാതാവേ നീ തകർന്നു പോകുകയില്ല, നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ പരാജയത്തെ വിജയമാക്കുന്നവനാ ദൈവം. നിന്റെ ദുഃഖങ്ങളെ സന്തോഷമാക്കുന്നവനാ ദൈവം. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവനാ ദൈവം. നിന്റെ ആവലാതികളെ പരിഹരിക്കുന്നവനാ. നിന്റെ നിരാശ മാറ്റുന്നവനാ. നിന്റെ ഏകാന്തതയെ മാറ്റുന്നവനാ. അല്ലെങ്കിൽ നിനക്ക് സമൃദ്ധി തന്ന് അനുഗ്രഹിക്കുന്നവനാ. അല്ലേറിയ നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. രക്തം ചെയ്യും. ലോകം നിന്റെ പരാജയം കാണാൻ ആഗ്രഹിക്കും. ലോകക്കാർ നിന്റെ പരാജയം കാണാൻ ആഗ്രഹിക്കും. നിന്റെ ഉറ്റവും ഉടയും ബന്ധുക്കളും സ്വന്തം സഹചാരികളും നിന്റെ സമശിഷ്ടങ്ങളൊക്കെ നിന്റെ കൂടെ നടക്കുന്നവരും നിന്റെ വിശ്വാസികളടക്കം നിന്റെ പരാജയം കാണാൻ ആഗ്രഹിക്കുമ്പോൾ നിന്റെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ യേശു ആഗ്രഹിക്കുക. ഹല്ലേലൂയ.
അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നുവെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞതുപോലെ 15 വായിച്ച കഴിയും. അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലം എന്ന് പറഞ്ഞു. ദൈവം നിനക്ക് പരിചയമായി അതിമഹത്തായ പ്രതിഫലമായി നിന്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്നാൽ, യേശു കടന്നു വന്നാൽ നിന്റെ ജീവിതത്തിന്റെ ശൂന്യതകളെ ദൈവം മാറ്റിത്തരുമെന്ന്, ജീവിതത്തിന്റെ കഷ്ടങ്ങളെ മാറ്റിത്തരുന്നതിന് നൊമ്പരങ്ങളെ മാറ്റിത്തരും. അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനാ. രക്തം ചെയ്യാൻ വലിയ ഇന്ന് പകരം കേൾക്കുന്ന മാതാപിതാവ് ഇതിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുക. നീ നാളുകളായി കരയുന്ന ചില വിഷയങ്ങളിൽ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ. നാളുകളായി നീ വിലപിച്ച് നിൽക്കുന്ന, എങ്ങനെ മുമ്പോട്ട് പോകും, എങ്ങനെ ജീവിക്കുന്ന ആളെ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന ശ്രോതാവി, ഹല്ലേലൂയ. യേശുവിന്റെ പകൽ പാനമേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തിനെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുക, ദൈവത്തിന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കഷ്ടങ്ങളെ നിന്റെ നഷ്ടങ്ങളെ മാറ്റി നിന്റെ നഷ്ടപ്പെട്ടു പോയ നന്മകൾ നിനക്ക് മടക്കി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യ ഹല്ലേലൂയ. ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ദൈവത്തിലേക്ക് മടങ്ങുക. ഹല്ലേലൂയ. ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. ജോലിയിലാണോ ഭാരപ്പെടുകയാണോ, കടക്കണിയിലാണോ, രോഗത്തിലാണോ, മഹാവ്യാധിയിലാണോ, ദുഃഖത്തിന്റെ കരുതിയിൽ നിന്റെ കുടുംബത്തിനകത്ത് തളം കെട്ടി നിൽക്കുകയാണോ, കണ്ണുനീരുമാണ് അനുഭവമാണോ, ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയാത്ത അനുഭവമാണോ, മഹാരോഗിയായി നീ കിടക്കുകയാണോ, മഹാവ്യാധിയായി നീ ഭയപ്പെടുകയാണോ, ശാപങ്ങളും പാപങ്ങളും നിന്റെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണോ, ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത് ഏത് തന്ത്രങ്ങളെ മാത്രങ്ങളെ നീക്കി നിന്റെ കുടുംബത്തെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനാണ്. നിന്റെ ശാപത്തെ മാറ്റുന്നതിന്റെ പാപത്തെ നീക്കുന്നതിന്റെ നിന്റെ അനുഗ്രഹത്തെ തടസ്സം കൂടാതെ നിനക്ക് നിന്റെ മക്കൾക്ക് നൽകുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ യേശുവിലേക്ക് സ്വന്തം കൂട്ടമെ ആദരിക്കാത്ത നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവരോടുകൂടെ സകലം നൽകാതിരിക്കുമെന്ന് റോമാലേഖനം 8:32 വായിക്കുന്നത് പോലെ അത് നിനക്ക് വേണ്ടി ദൈവ സകലവും ചെയ്യുന്നവനാ, സകലവും നന്മയ്ക്കായി കൂടി ആഗ്രഹിപ്പിക്കുന്ന ദൈവമാ. അതുകൊണ്ട് ഇന്ന് പകൽ നീ ദൈവത്തിലേക്ക് ഇറങ്ങുക. യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവമുണ്ട്, യോശുവയെ പോലെ, ദാനിയേലിനെ പോലെ, ദാവീദിനെ പോലെ. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ. രക്തം ചെയ്യും. ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടാൻ പോവുക. ചില കുടുംബങ്ങൾക്കകത്ത് അത്ഭുതം നടക്കാൻ പോവുക. എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ പോവുക. എന്നെ കേൾക്കുന്ന സഹോദരൻ, എന്നെ കേൾക്കുന്ന യുവാവ്, യുവതിയെ, നിന്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങളെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോവാൻ, യേശുവിലേക്ക് കടന്നു പോവാൻ, തന്റെ പുത്രൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. നീ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോടൊപ്പം ദൈവാലയത്തിൽ കടന്നു വന്ന്, ദൈവാലയത്തിൽ കേട്ടോ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ, ആത്തരങ്ങൾ തുറന്ന് ദൈവത്തെ പാടി സ്തുതിക്കുന്നെങ്കിൽ, നിന്റെ കരമടിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുന്നെങ്കിൽ, അത്തരഫലം എന്ന സ്തോത്രയാകെ നീ ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്നത് ദൈവ സാന്നിധ്യമുണ്ട്. നിന്റെ കുടുംബത്തിന്റെ ഇരുള് മാറിപ്പോകും, നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറിപ്പോകും. വെളിച്ചമില്ലാതെ നിന്റെ കുടുംബത്തിന് ഇരുളിന്റെ മൂടുപടം കെട്ടിക്കിടക്കുകയാണോ, ആ മൂടുപടത്തെ മാറ്റിക്കൊണ്ട് വെളിച്ചത്തെ നൽകുവാൻ, നിന്റെ കുടുംബത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ, നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുക. ഒരു ജോലിക്ക് വേണ്ടി വിദേശ രാജ്യത്ത് കടന്ന് കഷ്ടം ചെയ്യുന്ന, മണനാട് വേദന അനുഭവിക്കുന്ന, ജോലി നഷ്ടപ്പെട്ട ഒരു പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, വിസ ഒതുക്കി കിട്ടാൻ ആഗ്രഹിക്കുന്ന, പാസ്പോർട്ട് ഒതുക്കി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, വിദേശത്ത് കടന്നു കഷ്ടം സഹിക്കുന്ന ചില ജീവിതങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ ദൈവസ്ഥലേക്ക് മടങ്ങി വരുന്നെങ്കിൽ യാക്കോബിനെ ഇരട്ടി അനുഗ്രഹിച്ച ദൈവം, യാക്കോബിനെ 2 കൂട്ടമാക്കിയ ദൈവം നിന്റെയും അതേ അനുഭവത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വായിച്ച വചനം ഉൽപ്പത്തി 32-10 വാക്യമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ യഹോവയെ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമേ ഉള്ളൂ ഞാൻ ഈ യോർദാൻ കടന്നത്. ഇപ്പോഴും ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ദൈവത്തെ പാടി സ്തുതിക്കുക. തന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്ന യാക്കോബിന്റെ ജീവിതാനുഭവങ്ങളെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോവാ. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ വേദനയുടെ സങ്കട ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ നടിയിൽ ഇടങ്ങി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധന്മാർ പറയുക, ദൈവം നിന്നെ 2 കൂട്ടമാക്കി യാക്കോബിനെ തീർക്കുമ്പോൾ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കും. വിശ്വസിങ്ങൾ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. കുടുംബത്തിന്റെ കണ്ണുനീര് മാറ്റാൻ ആഗ്രഹിക്കുക.
അതെ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാമോ? ആമീൻ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് ഞങ്ങളുടെ കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, ഈ കേരളത്തിലെ ജനങ്ങൾ തലമുറ കണ്ടെത്തപ്പെടാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 145 കോടിയിലധികം ജനം, ലോകരാജ്യം 800 കോടിയിലെ ജനം കഷ്ടതയുടെ, നിന്ദയുടെ, അപമാനത്തിന്റെ, പരിഹാസം, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ നദിയുടെ കടന്നു ജീവിത നിരാശയുടെ ആത്മഹത്യ വക്കിലിൽ നിൽക്കുന്ന കടക്കണിയാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനവധി കുടുംബങ്ങൾ പാപത്തിൽ, ശാപത്തിൽ, രോഗത്തിൽ, ബന്ധനത്തിൽ അകപ്പെട്ട് ആവിചാര മാത്രമാണ് പൂർവ്വ ശുദ്രങ്ങളുടെ കയ്യിൽ അകപ്പെട്ട് ഉയരുവാൻ കഴിയാതെ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, മഹാവ്യാധിയാൽ രോഗത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളിൽ നിന്നൊക്കെ വിടിവിക്കപ്പെടുവാൻ യാക്കോബിൽ 2 കൂട്ടമാക്കി മാറ്റി ദൈവമേ, ഇന്ന് പകർക്കമാവ് ജനത്തെ മടക്കി വരുത്തണമേ, ജനത്തെ അനുഗ്രഹിക്കണമേ. കണ്ണുനീർ തുടങ്ങി വിദേശ രാജ്യം കഷ്ടം സഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന, നൊമ്പരപ്പെടുന്നവർ, വേദന അനുഭവിക്കുന്നവർ, താവിന്റെ ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവനത്തിൽ, വാർത്തയിലും ഞാനും വൃത്തിലും അസംഗ രാജ ഓട്ടനും ചോട്ടനും തലമുറയിലായിരിക്കുന്ന ജനത്തിനായി രാജ്യരാഷ്ട്ര തലവന്മാർ, രാജകന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, പാട്ടാള, മേധാവി, ഗോത്രങ്ങളുടെ ദ്വീപുകളെ, ആദിവാസി മേഖലയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും കർത്താവേ, അതിർത്തികൾ കാക്കുന്നവർ, സൈന്യത്തിനായി, അധികാരികൾക്കായി, പോലീസ്, ജുഡീഷ്യൽ ഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പാടത്തും പറമ്പിലും ഭൂമിയിലും കല്ലോടും മണ്ണോടും പണിയെടുക്കുന്നവർ, ആമി കർഷകരെ വെക്കാൻ പോകുന്നതായിരിക്കുന്നു. കടലോര വാസികളും സമുദ്രത്തിലെ ആടി മത്സ്യങ്ങൾ കരികൾക്ക് അതിന്റെ ഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, സാമൂഹിക സാംസ്കാരിക മാധ്യമ സൈനിക എഞ്ചിനീയർമാരെ, ദൈവങ്ങളിലേക്ക് രാവിലെ ഭരണവിഷ പാർട്ടികൾക്ക് മാനസാന്തരവാദികൾ, ഭീകരവാദി, വർഗീയവാദി മാനസാന്തരപ്പെടുവാൻ, സുവിശേഷ വിരോധികളെ സന്ദർശിക്കുന്ന ലോകവുമാണ് ക്രൈസ്തവ സമൂഹത്തെ ആമീൻ കൊണ്ടൊടുക്കുന്ന, തകർക്കുന്ന തീവ്രവാദ ശക്തികളെ ദൈവമേയൊക്കെ സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഇത് പാപശാപ രോഗ കടക്കണിയാൽ കടന്നു പോകുന്നുണ്ട്. സ്വാമി, വീടില്ലാത്ത, ഭവനമില്ലാത്ത, ഹല്ലേലൂയ, സ്ഥലമില്ലാത്തവർ, തലമുറയിലെ വിവാഹം പ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കുക, കുടുംബ ജീവിതം തകർന്ന അനവധി ആളുകൾ, മഹാവ്യാധികൾക്കിടെ ആക്സിഡന്റിൽപ്പെട്ട് കിടക്കുന്നവർ, ജന്മര വൈകല്യമുള്ളവർ, വിവിധ കർഷകർ കടന്നു നടിയുക, പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സാന്നിധ്യം അയക്കുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അക്രമ രാജ്യത്വം അതാർമീതി അശുദ്ധി മാറി ജനം വിശുദ്ധിലേക്ക് മടങ്ങി വരുവാൻ, അന്തകാലങ്ങൾ മാറും, ഇരുളിന്റെ ആധിപത്യങ്ങൾ മാറുവാൻ, എല്ലാ സാത്താന്യ പൂജകളും, സാത്താന്യ ആരാധനകളും, സാത്താന്യ ഓൺലൈൻ പ്രേരണകളും ജനം പിടിപ്പിക്കപ്പെടുവാൻ, എല്ലാ സാത്താശകളും ജനം പിടിക്കപ്പെട്ട് മടങ്ങി വരേണ്ടതിനായി ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ ആകാശത്തെ വിശേഷിച്ചവൻ സകലത്തിന്റെ ഉടയവനായിരിക്കുന്ന കർത്താവ്, ജനത്തെ അനുഗ്രഹിക്കണമേ, ഇവരെ കണ്ണുനീർ തുടയ്ക്കണമേ, വേദന പിടിപ്പിക്കണമേ. ഇന്ന് പകൽ കർത്താവ് ചില കുടുംബങ്ങൾക്ക്, ചില വ്യക്തികളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കട്ടെ. ആമി കാലവർഷമാണ്, എല്ലായിടത്തും ഭീതരം കൊണ്ട് കർത്താവ് സൂക്ഷിക്കണമായി. ആമി തീരദേശങ്ങൾ പാർക്കുന്നവർക്കായി, മലകൾ താമസിക്കുന്നവർക്കായി സൂക്ഷിക്കണമേ. രാത്രി യാത്ര ചെയ്യുന്ന 2 വീലർ 3 വീലർ 4 വീലർ യാത്ര ചെയ്യുന്നവർക്കായി, കടലുവാമി കരയിൽ ആശുവാൻ യാത്ര ചെയ്യുന്ന ഇറാഖിനെ പ്രാർത്ഥിക്കുന്നു. ചില ദിവസമായി യുദ്ധത്തിൽ നിൽക്കുകയാണ് കർത്താവ്. രാജ്യങ്ങൾ സമാധാനത്തോടെ, സ്വസ്ഥത കൊണ്ട് ആയുധം വെച്ച് കീഴടങ്ങുവാൻ, രാജ്യങ്ങൾ പരസ്പരം സ്നേഹിക്കുവാണ്ടേയാകണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും അവസാനമായി ജനം വിശുദ്ധിയോടെ ദൈവത്തിന് മടങ്ങി വരുവാൻ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവദാസദാസന്മാരുടെ കുടുംബങ്ങൾ, കേരളത്തിൽ വിദേശ രാജ്യങ്ങളിൽ കർത്താവിലെ ദൈവദാസന്മാരെ അനുഗ്രഹിക്കണമേ, കഷ്ടതയിലൂടെ കടന്നുപോയി വിടിവിക്കണമേ. ഭാവി ചെയ്ത് കിടക്കുന്ന ദൈവദാസന്മാർക്ക് എത്രയും പെട്ടെന്ന് വിടുതൽ, മോചനം കൊടുക്കണമായി പ്രാർത്ഥിക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തെ ദൈവം സൂക്ഷിക്കേണ്ടതിനായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.